Good morning, all. Today we are going to a new method, that is geometric mean. നമ്മൾ അരിത്തമാറ്റിക് മീൻ അതിൻ്റെ പ്രോബ്ലംസ് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ തിയറിയും കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് നമ്മൾ പഠിച്ചത് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീനാണ്. അതും നമ്മൾ 2 ക്ലാസ്സുകളിൽ കൂടെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ മെത്തേഡ്, ഇത് മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസിയുടെ തന്നെ ഒരു മെത്തേഡാണ് ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്. എന്താണെന്നൊന്ന് നോക്കാം. ജിയോമെട്രിക് മീൻ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ആവറേജ് ആണ്. ഇത് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ ഗ്രോത്ത് റേറ്റ്, പോപ്പുലേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യുന്നൊരു മെത്തേഡാണിത്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇനി നമ്മൾ അരിത്തമാറ്റിക് മീൻ്റെ നമ്മൾ എന്താ ചെയ്തത്, എല്ലാ ഐറ്റംസും ആഡ് ചെയ്തു അല്ലേ. പക്ഷേ ജിയോമെട്രിക് മീൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ഓരോ ഐറ്റംസിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഓൾ ഐറ്റംസ് ഇൻ പോപ്പുലേഷൻ, എല്ലാ ഐറ്റംസും നമ്മൾ കൺസിഡർ ചെയ്യും. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷർ തന്നെയാണ്. അരിത്തമാറ്റിക് മീൻ പോലെ തന്നെ ഒരു സെൻട്രൽ ടെൻഡൻസിയാണ് ഇതിൻ്റെ അകത്ത് മെഷർ ചെയ്യുന്നത്. ഇനി ഇവിടെ അപ്ലൈ ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദെയർ വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. വാല്യൂസിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇറ്റ്സ് എ nth റൂട്ട് ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് n നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് എത്ര നമ്പേഴ്സാണോ ഉള്ളത് അത്രയും നമ്പേഴ്സിൻ്റെ nth റൂട്ട്, സ്ക്വയർ റൂട്ടാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഫോർമുല ജനറലി അപ്ലൈ ചെയ്യേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ ജിയോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു n ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു x3 ഇൻറ്റു എക്സെട്ര അപ് ടു xn. എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും വേരിയബിൾസിനും ആ സ്ക്വയർ റൂട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി when the number of items exceeds 2, the above formula is written as geometric mean is equal to antilog of 1 by n into logarithm of x1 plus logarithm of x2 plus etc. up to logarithm of xn. അതായത് 1-ൽ കൂടുതൽ ഐറ്റംസ്, 2-ൽ കൂടുതൽ ഐറ്റംസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, അപ്പം നമ്മൾ വാല്യൂ ബിക്കംസ് വെരി ഹൈ ആയിരിക്കും. അപ്പം നമ്മൾ അരിത്തമാറ്റിക് മീനിൻ്റെ അകത്ത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും അപ്ലൈ ചെയ്തത് എന്തിനായിരുന്നു? ആ വാല്യൂവിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തരുന്ന വേരിയബിൾസ് വലുതാണെങ്കിൽ ആദ്യം അതിനെ ചെറുതാക്കും അല്ലേ. അപ്പോൾ ആ ചെറുതാക്കി കഴിയുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ സിമ്പിളാകും എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ജിയോമെട്രിക് മീനിൻ്റെ അകത്തും നമ്മൾ 2-ൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ വലിയൊരു വാല്യൂവിൽ പോവും. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേനും നമ്മുടെ സ്ക്വയർ റൂട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഡിഫിക്കൽട്ടിയാണ്. അപ്പം നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ജിയോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗരിതം ഓഫ് 1 by n ടു ലോഗരിതം ഓഫ് x1 പ്ലസ് ലോഗരിതം ഓഫ് x2 പ്ലസ് എക്സെട്ര അപ് ടു ലോഗരിതം ഓഫ് xn. ഈ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗരിതം ടേബിൾ ഫെമിലിയർ ആയിരിക്കണം, ലോഗരിതം ടേബിൾ അറിഞ്ഞിരിക്കണം. ഈ ലോഗരിതത്തിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ആൻറ്റി ലോഗരിതം കൂടെ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെഷർ എന്ന് പറഞ്ഞാൽ റൂട്ട് അല്ലെങ്കിൽ നമ്മൾ ലോഗരിതമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് ഞാൻ അതിൻ്റെ അകത്ത് അരിത്തമാറ്റിക് മീനും ജിയോമെട്രിക് മീനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആഡിങ് ഓൾ ദി നമ്പേഴ്സ് ഫോർ ദി ഗിവൺ സെറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റ അല്ലേ, സിഗ്മ എക്സ് അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പം തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ കൂട്ടുന്നു, അത് ഡിവൈഡഡ് ബൈ എൻ. ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. 5, 10, 15 and 20 ആണെങ്കിൽ 4 ഐറ്റംസ് ആണുള്ളത്. അതിൻ്റെ അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ എൻ എന്നേ ഉള്ളൂ. അതായത് 5 + 10 + 15 + 20 by 4. അപ്പോൾ അതിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ 12.5 നമുക്ക് കിട്ടും. ഇനി ജിയോമെട്രിക് മീൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു മൾട്ടിപ്ലൈയിങ് ഓൾ ദി നമ്പേഴ്സ് ഇൻ ദ ഗിവൺ ഡേറ്റ സെറ്റ് ആൻഡ് ടേക്ക് ദി nth റൂട്ട് ഫോർ ദി ഒബ്റ്റെയിൻഡ് റിസൾട്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് 4 വാല്യൂസേ ഉള്ളൂ, വലിയ വാല്യൂസ് അല്ല. അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാം, നേരെ റൂട്ടിട്ട് കണ്ടുപിടിച്ചാൽ മതി, സ്ക്വയർ റൂട്ടിട്ട് കണ്ടുപിടിച്ചാൽ മതി.
അതാണ് ഈ റൂട്ടിൻ്റെ ഇക്വേഷനാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതേസമയം വാല്യൂസ് ഒത്തിരി എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിന് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് ലോഗരിതം മെഷറാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇതിൻ്റെ അത് ലോഗരിതം മെഷറും അപ്ലൈ ചെയ്യാം, ഈ റൂട്ടും അപ്ലൈ ചെയ്യാം. പക്ഷേ ചെറിയ വാല്യൂസ് ആണെങ്കിൽ നമുക്കത് ലോഗരിതം മെഷർ അപ്ലൈ ചെയ്യാനായിട്ട് റൂട്ടിൻ്റെ മെഷർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ലോഗരിതം മെഷറാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അരിതമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ആഡിങ് ഓൾ ദി ഐറ്റംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടെ മൾട്ടിപ്ലൈയിങ് ഓൾ ദി നമ്പേഴ്സ് ആൻഡ് ടേക്ക് ദി nth റൂട്ട് ഓഫ് ദി ഒബ്റ്റെയിൻഡ് റിസൾട്ട്. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെയും നമ്മൾ അരിതമാറ്റിക് മീനിൻ്റെ അകത്ത് പഠിച്ച പോലെ തന്നെ ഇവിടെയും 3 സീരീസാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ, സെക്കൻഡ് വൺ ഈസ് ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് തേർഡ് വൺ ഈസ് കണ്ടിന്യൂസ് സീരീസ്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവില്ല, അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിനാണെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, പക്ഷേ ക്ലാസ് ലിമിറ്റ് ഉണ്ടായിരിക്കത്തില്ല. കണ്ടിന്യൂസ് സീരീസിനാണെങ്കിൽ എന്തുണ്ടായിരിക്കും, ക്ലാസ് ലിമിറ്റും ഫ്രീക്വൻസിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ അരിതമാറ്റിക് മീനിൻ്റെ പഠിച്ചത് തന്നെയാണ് ഇവിടെയും ഡിഫറൻസ്. ഇനി ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ജിയോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗരിതം ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ ഫ്രീക്വൻസിയും കൂടെ വരുമെന്നുള്ള വ്യത്യാസമുള്ള ആൻറ്റി ലോഗരിതം ഓഫ് സിഗ്മ എഫ് ഇൻറ്റു ലോഗ് എക്സ് ബൈ എൻ. അവിടെ എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് സീരീസ് ആണ്, എൻ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്, എഫ് ഫ്രീക്വൻസിയാണ്. എല്ലാം പഴയതുപോലെ തന്നെയാണ്. കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ ആൻറ്റി ലോഗരിതം ഓഫ് സിഗ്മ എഫ് ഇൻറ്റു ലോഗ് എക്സ് ബൈ എൻ. പക്ഷേ അവിടെ വരുന്ന എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡ് വാല്യൂ ആണ്. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും ആദ്യം നമ്മൾ ലോഗരിതം കണ്ടുപിടിക്കുക, ലോഗരിതത്തിൻ്റെ ആൻറ്റി ലോഗരിതം കൂടെ കണ്ടുപിടിക്കണം. അതാണ് ജിയോമെട്രിക് മീനിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതിൻ്റെ അകത്ത് എല്ലാ ഒബ്സർവേഷൻസും നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഇനി അടുത്ത മെത്തേഡ് നമ്മൾ മീഡിയനിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ തരുന്ന എല്ലാ വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. x1 + x2 + എക്സെട്ര അപ് ടു xn എന്നാണ് പറയുന്നത്. എല്ലാ വാല്യൂസും കൺസിഡർ ചെയ്യുന്നുണ്ട്. റിജിഡ്ലി ഡിഫൈൻഡ് ആണ്. ദാറ്റ് മീൻസ് ക്ലിയർ ആയിട്ടൊരു വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഫ്ലക്ച്വേഷൻസ് ഓഫ് ദി ഒബ്സർവേഷൻസ് അതിൻ്റെ അകത്ത് ഒബ്സർവേഷൻസിൻ്റെ അകത്ത് വേരിയേഷൻ വരുന്നതൊന്നും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഐറ്റംസിന് വെയിറ്റേജ് കൂടുതലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജിൻ്റെ അത് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ബൈ എ നോൺ മാത്തമാറ്റിക്കൽ പേഴ്സൺ. മാത്സുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ ഡിഫിക്കൽട്ടിയാണ്. അതിൻ്റെ കാരണം ഇവിടെ അപ്ലൈ ചെയ്യുന്ന മെഷർ ലോഗരിതവും അതുപോലെ തന്നെ ആൻറ്റി ലോഗരിതവും ഒക്കെയാണ്, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടൊക്കെയാണ്. അത് ഒരു സാധാരണക്കാരനത് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടിയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഈ വെനി ഒബ്സർവേഷൻ ഈസ് 0, ജിയോമെട്രിക് മീൻ ബിക്കം 0. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം 0 ആയിപ്പോയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ വാല്യൂ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ സ്ക്വയർ റൂട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ജിയോമെട്രിക് മീനിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും എന്താവും, വാല്യൂ ബിക്കംസ് 0 ആയിട്ട് പോവും. ഒരെണ്ണം 0 ആയെങ്കിൽ എല്ലാം തന്നെ 0 ആയിട്ട് പോവും. ഇനി ഏതെങ്കിലും ഒരു ഒബ്സർവേഷൻ നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവിന് നമുക്ക് ലോഗരിതമോ ആൻറ്റി ലോഗരിതമോ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. നെഗറ്റീവ് വാല്യൂസ് ലോഗരിതം ടേബിളിൽ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നാലും നമുക്കിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് സ്വല്പം ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ടാസ്ക്കാണ്. എല്ലാവർക്കും ഇത് അണ്ടർസ്റ്റാൻഡബിൾ അല്ല, തന്നെ എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്യാവശ്യം മാത്സുമായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ ജിയോമെട്രിക് മീൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്നത്തെ അസൈൻമെൻറ്റ് ലിസ്റ്റ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അരിതമാറ്റിക് മീൻ ആൻഡ് ജിയോമെട്രിക് മീൻ. താങ്ക് യു.